ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, മക്കളുടെ ജീവിതം അനുഗ്രഹമാകാനായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു അനുഗ്രഹത്തിൻ്റെ വചനമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോവുക. അത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 5-ാം തിരുവചനമാണ്. വചനം ഇപ്രകാരമാണ്: പക്ഷി ചിറകൻ കീഴിലെന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും. അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും. വളരെ മനോഹരമായ വചനം. പക്ഷി ചിറകിൻ കീഴിൽ എന്ന പോലെ. നമുക്കറിയാം, പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ പിന്നെ ചിറകിൻ്റെ കീഴിൽ ചേർത്ത് നിർത്തും, ശത്രുകരങ്ങളിൽ രക്ഷിക്കാനായിട്ട്. നമുക്ക് ഇന്നത്തെ ലോകം ഒത്തിരി അന്ധകാര തിന്മയുടെ ശക്തി നിറഞ്ഞൊരു ലോകത്തിലേക്കാണ് നമ്മുടെ മക്കളൊക്കെ പോകുക. അപ്പോൾ ഈ വചനം എനിക്ക് തോന്നുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും അനുഗ്രഹത്തിൻ്റെ വചനമാണെന്ന്. പക്ഷി ചിറകിൻ കീഴിൽ എന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിന്റെ മകനെയും മകളെയും പക്ഷി ചിറകിൻ കീഴിൽ കാത്തു സൂക്ഷിക്കുന്നത് പോലെ തിന്മയുടെ, അസ്വസ്ഥതയുടെ, അന്ധകാരത്തിൻ്റെ ശക്തികളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. അതിനുശേഷം പറയാം, അവിടെ നിന്ന് നിന്നെ രക്ഷിക്കുകയും, അതായത് നിന്റെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്ന് രക്ഷിക്കും. അവിടെ നിന്ന് നിന്നെ സംരക്ഷിക്കും. നിന്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് സംരക്ഷണം നൽകും. നിന്നെ മോചിപ്പിക്കും. അതായത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളും അസ്വസ്ഥതകളും ഒക്കെ നിന്റെ മകൻ്റെയും മകളുടെയൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള കംപ്ലീറ്റ് ഡെലിവറൻസ്, കംപ്ലീറ്റ് മോചനം നൽകി ദൈവം അവരെ മാറ്റിയെടുക്കുമെന്നാണ് പറയുന്നത്. അവരൊരു പുതിയ വ്യക്തിയായിട്ട് മാറ്റിയെടുക്കുമെന്നാണ് പറയുന്നത്. മോചിപ്പിക്കുകയും അഭയം നൽകി സംരക്ഷണവും പരിപാലനയും നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും. എന്ന് വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് നിന്റെ മകനെയും മകളെയും പരിപാലിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് സ്നേഹമുള്ള മാതാപിതാക്കളെ, മക്കളുടെ ജീവിതം അനുഗ്രഹമാകുവാൻ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കേണ്ട വചനം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 5-ാം തിരുവചനം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രത്യേകമാംവിധം എല്ലാ മാതാപിതാക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹ നിമിഷത്തിൽ അവരായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലേക്ക് നിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് ചൊരിയണമേ. അവരുടെ ജീവിത വഴികളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഭാവി ജീവിതങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അന്ധകാര തിന്മയുടെ ശക്തികളിൽ നിന്ന് സംരക്ഷണം നൽകി അവിടുന്ന് പരിപാലിക്കണമേ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 5-ാം വചനത്തിന്റെ ശക്തിയാൽ ഓരോ മക്കളും ആശീർവദിച്ച് അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.